അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വളരെയധികം സന്തോഷത്തോടു കൂടെയാണ് അന്ന് ഷമീറും ആസിഫും അവരുടെ ആ വീട്ടിലേക്ക് പോയത്. ഉമ്മ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പഠിച്ചോനെ, നല്ല ഇടിയും മഴയൊക്കെ വരുന്നുണ്ട്, ഈ കുട്ടി ഇതിപ്പോൾ എവിടെ പോയി കിടക്കുക? പഠിച്ചോനെ, സമയം ഒരുപാടായി, നേരാണെങ്കിൽ ഇരുട്ടി വരുന്നുണ്ട്. എവിടെ റബ്ബേ ഈ കുട്ടിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. ഏതായാലും വല്ലാത്തൊരു പുതുമന്നെ കാത്തിരിക്കുക. അല്ലെങ്കിലേ എൻ്റെ കുട്ടിക്കിപ്പം വിഷമാണ് എല്ലാം കൊണ്ടും മനസ്സിൽ. എല്ലാം നീ തീർത്ത് കൊടുക്കല്ല. കാരണം ആസിഫ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ പോവാണ്. ആസിഫ് എന്ന് വെച്ചാൽ എൻ്റെ കുട്ടിയുടെ എല്ലാ വിഷമത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലൊക്കെ ഇപ്പോൾ കൂടെയുള്ള ഒരാളാണ്. ഏട്ടനും അനിയനും ഇല്ലെങ്കിലും കൂടെപ്പിറപ്പ് പോലെയാണ്. ഉമ്മ കാത്തിരിക്കുകയാണ് അവരെ. ഉമ്മ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, എൻ്റെ കുട്ടിക്ക് യാതൊരു വിഷമവും കാര്യങ്ങളും ഉണ്ടാവരുതേ എന്ന് പറഞ്ഞ്. എന്നാൽ അതാ ദൂരെ നിന്ന് രണ്ടാളുകൾ നടന്നു വരുന്നു. ഉമ്മ പ്രതീക്ഷയോടെ നോക്കി. എൻ്റെ കുട്ടിയാണോ അത്? മാഷാ അല്ലാ തന്നെ. അതാ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ പൊന്നുമോനും ആസിഫും നടന്നു വരുന്നു. ഉമ്മ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. തൻ്റെ പൊന്നുമോൻ്റെ മുഖത്തെ നിറഞ്ഞ പുഞ്ചിരി കണ്ടപ്പോൾ ശരിക്കും ഉമ്മാക്ക് സന്തോഷം തോന്നി. മോനെ. ഉമ്മ. അവൻ വന്ന് ഉമ്മയെ കെട്ടിപ്പിടിക്കുകയായിരുന്നു. എന്താ റബ്ബേ എൻ്റെ മോൻക്ക് ഇങ്ങനൊരു സന്തോഷം? എന്നാൽ ഈ സമയം അതാ ആസിഫ് പറഞ്ഞു, ഉമ്മ, ഏതായാലും ഉമ്മാക്ക് നല്ലൊരു മരുമകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മരുമകളെ? മാഷാ അല്ലാ. മോനെ, അതെവിടുന്നാ? അതൊക്കെയുണ്ട്. പക്ഷെ ഉമ്മാക്ക് സമ്മതാണെങ്കിൽ മാത്രമേ അതിന് നിൽക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കണോനെ. ഉമ്മയുടെ സമ്മതം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അവന് ഇഷ്ടമാണ്. പൊന്നു മോനെ, എൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെന്താ എനിക്ക്? എൻ്റെ പൊന്നു മോൻക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഹയറായതല്ലാതെ എൻ്റെ കുട്ടി കണ്ടുപിടിക്കൂലല്ലോ, അതെനിക്കറിയാലോ. ഉമ്മ, സത്യമായിട്ടും അതെ, ഉമ്മ പറഞ്ഞതുപോലെ തന്നെ ഹയർ തന്നെയായിരിക്കും. മോനെ, ഏതാ കുട്ടിൻ്റെ ഫോട്ടോ എങ്ങാനും ഉണ്ടോ മോനെ എൻ്റെ ഫോണിൽ? എന്നാൽ അപ്പോൾ തന്നെ അതാ നമ്മുടെ ആസിഫ് ഫോട്ടോ കാണിച്ച് കൊടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ഷമീർ അത് തടഞ്ഞു. വേണ്ട, അതിപ്പോൾ അല്ല, സർപ്രൈസ് ആക്കാം ഉമ്മയെ. മോനെ, ഇല്ലല്ലേ? ആയിക്കോട്ടെ. എന്നാൽ എൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ എങ്ങനെയാ എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാ? എവിടുത്തെ കാര്യത്തിയാണ്? അതൊക്കെ അവിടെ നിൽക്കട്ടെ, അവിടെ ഇരിക്കി രണ്ടാളും. നിങ്ങൾക്ക് ചായ കടി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ആദ്യം കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ, ഇരിക്കി. അപ്പോൾ തന്നെ ഉമ്മ അതാ അപ്പുറത്തെ കോഴിക്കൂടിനകത്തേക്ക് പോയി നോക്കി. നല്ല നാടൻ മുട്ടുണ്ട്. പിന്നെ കാടക്കൂട്ടിലേക്കും പോയി കുറച്ച് കാടമുട്ടയും അവിടെ നിന്ന് വാരി കുറച്ച് കോഴിമുട്ടയും എടുത്തു. അപ്പോൾ തന്നെ വിറകടുപ്പിൽ അതാ ഉമ്മ മൺകലം വെച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഇട്ട് മുട്ട പുഴുങ്ങാൻ വെച്ചു. അപ്പോഴേക്കും ആട്ടിൻ പാലും ഉമ്മ കറന്നെടുത്ത് അവർക്ക് നല്ല ചായയും ഉണ്ടാക്കി കൊടുക്കുകയാണ്. അല്ലാ, ഏതായാലും മക്കൾക്ക് നല്ല ഇടിയും മഴയും വരുന്നുണ്ട്. ഉമ്മ, ഈ ഉമ്മത് എവിടെ പോയി നിൽക്കുക? ഉമ്മ, അവൻ വിളിച്ചു. മോനെ, ഞാൻ ഇവിടെ പുറത്താനടാ, പാല് കറക്കാണ്. എൻ്റെ പൊന്നുമ്മ, നിങ്ങൾ ഈ സമയത്ത് ഇടിയും മഴയുള്ള സമയത്ത് പാല് കറക്ക്? എന്താ ഉമ്മ നിങ്ങൾ ഇങ്ങനെ? ഇങ്ങോട്ട് പോന്നാണേ. ഉമ്മ, നേരെ അതാ ഷമീർ അപ്പുറത്തേക്ക് ആടിൻകൂടിനടുത്ത്. ഉമ്മ മതി, നിങ്ങളെന്താ മോനെ, ആ കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? ഞാനേ പാല് കുറച്ച് കഴിഞ്ഞിട്ട് കറക്ക വിചാരിച്ചിങ്ങനെ നിന്നതാണ്. അപ്പോഴേക്കും ഉമ്മ പാലുമായി അകത്തേക്ക്. എൻ്റെ പൊന്നുമ്മ, നിങ്ങൾക്കൊരു പേടിയില്ലല്ലോ? ഇടിയും മഴയും കാറ്റൊക്കെ വരുന്ന ഈ ഒരു സമയത്ത് നിങ്ങളവിടെ കോഴിക്കൂടിൻ്റെയും ആട്ടിൻകൂടിൻ്റെയും അപ്പുറത്ത് പോയിട്ട് എന്തിൻ്റെ കേടാ ഉമ്മാക്ക്? എന്നാൽ അപ്പോഴേക്കും വിറകടുപ്പിലെ ആ ഒരു മൺകലത്തിൽ മുട്ട നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്നു. ഉമ്മ അത് വാരി തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടു. എൻ്റെ ഉമ്മ, കയ്യോ നിങ്ങൾ പൊള്ളിക്കല്ലേ? അപ്പോഴേക്കും ഉമ്മ അതാ പാൽ തിളപ്പിക്കുവാൻ വേണ്ടി വെച്ചു. അതിലേക്ക് ചായപ്പൊടി ഇട്ട് അല്പം പഞ്ചസാരയും ചേർത്ത് നല്ലോണം അങ്ങോട്ട് തിളപ്പിച്ചെടുത്തു. ഉമ്മ അതാ ഒരു മൺപാത്രത്തിൽ തന്നെ ആ ഒരു ചായയും ഒഴിച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. കാടമുട്ടയും നാടൻ കോഴിമുട്ടയും തൊലിച്ച് അതും കൊണ്ടുപോയി വെച്ചു കൊടുത്തു. 2 പഴം ഉണ്ടായിരുന്നു,
അതും അടുപ്പിലിട്ട് ചുട്ടുകൊടുത്തു. മക്കളെ ഇത് കഴിക്ക്. എന്നാൽ ആസിഫിന് വല്ലാത്തൊരു ഇഷ്ടമാണ് ആ ഉമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ്. സത്യമായിട്ടും ഇതൊക്കെ വലിയ നൊസ്റ്റാൾജിയാണ് കേട്ടോ. ഉമ്മയുടെ ഈ മൺകലത്തിൽ കാച്ചിയ ആട്ടിൻപാൽ പാർന്ന ഈ ഒരു കുടുക്ക ചായയും പിന്നെ ഈ ഒരു ചുട്ട പഴവും കാടമുട്ടയും നാടൻ മുട്ടയും ഒക്കെ കഴിക്കുമ്പോൾ പഴയ കാലം ഒരു ഫീലാണ്. മോനെ ബേക്കറി ഇവിടെ പിന്നെ കൊണ്ടുവരലില്ല, കൊണ്ടെന്ന് വെച്ചാലും തന്നെ ആരും തിന്നാനുമില്ല. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് നേരെ ഉണ്ടെങ്കിൽ ഞാൻ വല്ല ഉണ്ണിയപ്പോ നെയ്യപ്പോ എന്തെങ്കിലുമൊക്കെ ചൂടാ അരി അരച്ച് വെച്ചിട്ട്. ഉമ്മ, എൻ്റെ പൊന്നുമ്മ, ഒന്നും വേണ്ട. സ്നേഹത്തോടു കൂടിയുള്ള ഉമ്മയുടെ ഈ ഭക്ഷണം അതീവ രുചികരമാണ്. മക്കളെ 2 ഇലയുടെ ഉണ്ടാക്കുക, അവിടെ ഇരിക്കുങ്ങൾ. എൻ്റെ പൊന്നുമ്മ, അതൊന്നും വേണ്ടപ്പോൾ, ഇത് തന്നെ ധാരാളം. കണ്ടു എന്തിനാ ഇത്ര അധികം നാടൻ മുട്ടയും ഇതൊക്കെ ഇവിടെ ഇടുന്നതന്നെയാണോ? അതേ മോനെ, ഇതൊക്കെ തന്നെയല്ലേ നമ്മളെ വരുമാനം. നാടൻ മുട്ടയിട്ടുണ്ട്, കാടമുട്ടയുണ്ട്, അതൊക്കെ പിന്നെ അങ്ങനെ എൻ്റെ മോനാണ് തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കൽ. പിന്നെ ആടുംപാൽ വിറ്റിട്ടും അങ്ങനെയൊക്കെ. പിന്നെ ആട് കുറച്ചങ്ങോട്ട് വലുതായി കഴിഞ്ഞാൽ പിന്നെ മോനെ ആൺകുട്ടികളാണെങ്കിൽ കൊടുക്കാൻ പറയും. കൊടുക്കുമ്പോൾ ഒരു വേദനയാണ്. നമ്മൾ വളർത്തിയ ആടാകുമ്പോഴേ കൊടുക്കുമ്പോഴേ അത് വല്ലാത്തൊരു ഇടങ്ങാറായിട്ട് നമുക്ക് തോന്നും. ഞാൻ പറയും, പൊന്നു മോനെ, എൻ്റെ കൺമുമ്പിൽ നീ കൺമുമ്പിൽ നിന്ന് കൊണ്ടുപോകലേന്ന് പറയും. അങ്ങനെ എൻ്റെ മോന് എന്നെ കാണാതെ കൊണ്ടുപോകണം. എനിക്ക് ഭയങ്കര ഇടങ്ങാറാണ് നമ്മൾ ഈ വളർത്തിയ ആടുകളെ കൊണ്ടുപോകുമ്പോഴേ. അറ്റങ്ങളെ കരച്ചിൽ കാണാൻ കഴിയൂല മോനെ. അതുകൊണ്ട് ഞാൻ ചിലപ്പം പറയും, പൊന്നു മോനെ, നമുക്ക് ഈ ആടുകളുടെ ഒക്കെ നിർത്തുക. നമുക്കത് കാണുമ്പോൾ ഒരു വേദനയാണ്. കാരണം കുറേ പെറ്റ് പെരുക്കി കൂട്ടിയാലും ഇടങ്ങാറല്ലേ. നമുക്ക് അതിനകത്തുള്ള സ്ഥലം എന്തൊക്കെ തന്നെ ഉള്ളു, പരിമിതി ഉണ്ടല്ലോ. അപ്പോൾ ഉമ്മ, നമുക്കിത് വിൽക്കാം എന്ന് പറഞ്ഞ് ഏതായാലും ഇൻഷാ അല്ലാഹ് ഉളുഹിയത്തിന് 2 എണ്ണത്തിന് അറുത്ത് കൊടുക്കാൻ നെയ്യത്തുണ്ട്. ആസിഫിനോടായിട്ട് ഉമ്മ പറഞ്ഞു, പൊന്നു മോനെ, എൻ്റെ കുട്ടിക്ക് വിഷമം വന്നു, മറ്റോൾ അങ്ങനെയൊക്കെ വേണ്ടാന്ന് കല്യാണം വെച്ചതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് റാഹത്തോടു കൂടി നല്ലൊരു കല്യാണം റെഡിയാവാൻ വേണ്ടിയിട്ട് ഞാൻ നേർച്ച നേർന്നതാണ്. ഈ പ്രാവശ്യം ബലിപെരുന്നാളിന് 2 കൊറ്റനാടുണ്ട്. അത്യാവശ്യം തടിയും വലുപ്പൊക്കെ ഉണ്ട്. ഓൻ വിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേനു. അപ്പം എൻ്റെ മനസ്സിലത്തെ നെയ്യത്ത് എന്താണെന്ന് വെച്ചാൽ അത് ഞമ്മക്കങ്ങോട്ട് ഉളുഹിയ തറക്കാൻ കൊടുക്കാം എന്ന് വിചാരിച്ചിരിക്കണം. ഇൻഷാ അല്ലാഹ് അത് ചുറ്റുഭാഗമുള്ളവർക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുത്താലേ. 2 എണ്ണം നല്ല കുഴപ്പമില്ലാത്തതാണ്. ആരൊക്കെയോ വന്ന് ചോദിക്കുന്നുണ്ട്, ആടുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചത് അതിന് പൈസക്ക് കൊടുക്കണില്ല, അതെല്ലാവർക്കും കൊണ്ട് എത്തിക്കുക. എൻ്റെ കുട്ടിക്ക് നല്ലൊരു വിവാഹം കൂടി റെഡിയാകട്ടെ. എന്നാൽ ഈ സമയം ആസിഫ് ഉമ്മയോട് പറഞ്ഞ്, എൻ്റെ പൊന്നുമ്മ, നിങ്ങൾ എപ്പോഴാണ് നേർച്ചേർന്നത്? ഞാൻ നേർച്ചേർന്നിട്ട് പൊന്നാരെ, മറ്റോൾ ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞല്ലോ, ഇതിന് താല്പര്യമില്ലാന്ന്, ഓനോട്ട് നിൽക്കാൻ താല്പര്യമില്ലയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ എൻ്റെ ഹൃദയം പൊട്ടി വേദനിച്ചുകൊണ്ട് പഠിച്ചവനോട് ഞാൻ പറഞ്ഞു, പഠിച്ചവനെ, ഓള് വേണ്ടാന്ന് പറയണമെങ്കിൽ ആയിക്കോട്ടെ, എൻ്റെ കുട്ടിക്ക് അതിനേക്കാളും ഹയറായതിനെ കൊടുക്കല്ലാ എന്ന് പറഞ്ഞു. അങ്ങനെ ദുആ ചെയ്തതാണ്. അങ്ങനെ ദുആ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ഇതാണത്. ആടുകൾ ഇങ്ങനെ കരയണുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടിയുടെ ഒരു അവസ്ഥയെ ഓന് വല്ലാതെ വിഷമിച്ച ഒരു അവസ്ഥ ആയല്ലോ. അവന് ബീച്ചിൽ പോയിരിക്കലും അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്കിങ്ങനെ തോന്നി, റബ്ബേ, എൻ്റെ കുട്ടി പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരണം. അത് മാത്രമല്ല മറ്റോളെക്കാളും ഹയറായൊരു പെൺകുട്ടിയെ നീ കൊടുക്കണം റബ്ബേ എന്ന് പറയുകയും ചെയ്തു. പഠിച്ചവനോട് പറഞ്ഞു, പഠിച്ചവനെ, ഉളുഹിയ തറക്കുകയാണ് നിനക്ക് വേണ്ടിയിട്ട് റഹ്മാനെ. ഞാൻ 2 എൻ്റെ ആടുകളെ നിനക്ക് വേണ്ടിയിട്ട് ബലിപെരുന്നാൾക്ക് ഉളുഹിയ തറക്കുകയാണ് എന്ന് ഞാൻ നിയത്ത് ചെയ്യുന്നു അല്ലാ എന്ന് പറഞ്ഞ് പഠിച്ചവൻ അങ്ങോട്ട് ഏൽപ്പിച്ചിരിക്കണ്. മോനെ, ശരിയാവും ഇക്കാരം. പഠിച്ചവനോട് പറഞ്ഞാൽ ഒക്കെ ശരിയാവുമല്ലോ. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതെല്ലാം പൂർത്തീകരിച്ച് തരട്ടെ. എന്നാൽ ശരിക്കും ആസിഫ് ഞെട്ടിപ്പോയി. എൻ്റെ പൊന്നുമ്മ, ഇങ്ങളെ നാവിന് വല്ലാത്ത ഫലം തന്നെയാണ് ഉമ്മ. എനിക്ക് വേണ്ടിയും ഒന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. എൻ്റെ പൊന്നാരം മോൻ, എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. കാരണം എന്താ, എൻ്റെ കുട്ടിയുടെ കൂടെ ഒപ്പം നടക്കുന്നത്, എൻ്റെ കുട്ടിയുടെ സന്തോഷത്തിലും ദുഃഖത്തിലൊക്കെ കൂടെ കൂടുന്നത് ഈ മാത്രമല്ലേ. അതുകൊണ്ട് എൻ്റെ പൊന്നാരം മോനെ, എനിക്ക് എൻ്റെ മനസ്സത്തെ എപ്പോഴുള്ള ദുആ എൻ്റെ കുട്ടിക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്യാറുണ്ട്. എന്നാൽ ഈ സമയം അതാ ഉമ്മയോട് ആസിഫ് പറയുന്നു, ഉമ്മ, എന്നാലേ നിങ്ങൾ ആ നേർച്ച പെട്ടെന്ന് ഫലം ചെയ്തിട്ടുണ്ട് കേട്ടോ. മോനെ, അതിന് നേർച്ച നേർന്ന് കൊടുത്തിട്ടില്ലല്ലോ. അതെ, ഉമ്മാൻ്റെ മനസ്സിൽ ആ ഒരു നെയ്യത്ത് അല്ലാഹു സ്വീകരിച്ചിക്കണേ. മോനെ, എന്താ നല്ലൊരു പെൺകുട്ടിയെ തന്നെ കിട്ടിയിക്കണേ. പഠിച്ചോനെ,
ഏതായാലും എന്നാൽ ഈ സമയം അതാ ആസിഫിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. ഉമ്മ ഞാൻ ഒരു കോള് വരുന്നുണ്ട്, ആ മോനായിക്കോട്ടെ, ഞാൻ അകത്ത് പോയി തീയെ നീക്കി വരട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. DGP സാറേ, എന്താ? അല്ല, ശരിയാണ്, നിങ്ങൾ കുട്ടികൾ തമ്മിൽ കണ്ടു ഇഷ്ടപ്പെട്ടു, ഓക്കെ ആയി. പക്ഷേ അവിടുത്തെ ഉമ്മാക്കൊന്ന് കാണണ്ടേ, ഉമ്മ മോളെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടണ്ടേ. അല്ലാതെ ഇപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ ഇഷ്ടം മാത്രമല്ലല്ലോ, അവിടെ ഒരു ഉമ്മ ഉണ്ടല്ലോ, ഉമ്മയുടെ കാര്യം കൂടി ഒന്ന് പരിഗണിക്കണ്ടേ നമ്മൾ. ഉമ്മ വന്ന് കണ്ടോട്ടെ, ഒരു പക്ഷേ ഉമ്മക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലോ. അതല്ലേ കുറച്ച് പ്രായമൊക്കെ ആയി കഴിഞ്ഞ ഉമ്മമാർക്ക് ഒരു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എന്തായാലും ഉമ്മാനോടൊന്ന് പറയും. ഉമ്മയെ കൂട്ടിങ്ങളൊന്ന് വരി, വേറെ ആരെങ്കിലും കുടുംബങ്ങൾ കാണാറുണ്ടെങ്കിൽ അവരും വന്നോട്ടെ. എന്നാൽ ശരി, ആസിഫ് പറഞ്ഞു, അത് വേറെ കുടുംബങ്ങൾ വെച്ചാൽ ഞാൻ ചോദിച്ചു നോക്കാം, ഇനി ഉണ്ടെങ്കിൽ തന്നെ. അല്ല, ഇനി വേറെ കുടുംബങ്ങളുടെ അതൊന്നും നോക്കണ്ട, നിങ്ങൾ ഉമ്മാൻ്റെ സമ്മതം നോക്കിയാൽ മതി. ആ ഉമ്മയുടെ അടുത്തിപ്പോൾ ഞങ്ങളുണ്ട്. ആണോ? മാഷാ അല്ലാ. എന്നാലേ ഉമ്മയോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടേ ഉമ്മാനെ കൂട്ടി പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ തന്നെ പെണ്ണ് കാണാൻ വരി കേട്ടോ. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. എന്നാൽ അതാ ഈ സമയം ആസിഫ് ഷമീറിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എടാ, ഉമ്മയെ കൂട്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്, ഉമ്മാക്കൊരു സർപ്രൈസ് കൊടുത്താലോ? ആസിഫ് പറയുന്നു. ഷമീർ പറഞ്ഞു, എടാ പാവം, ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, ഇനിയും സർപ്രൈസ് ആക്കണോ? അല്ല എങ്കിലും നമുക്ക് ഒരു ടൂർ ഉണ്ടെന്നോ, ഒരു വിരുന്ന് പോക്കുണ്ടെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒന്ന് സർപ്രൈസ് ആക്കിയാലോ? അന്ന് ആസിഫ് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ ഉമ്മ പറഞ്ഞു, മോനെ ഇന്ന് പോകണോ? കണ്ടില്ലേ, ഇടി മഴയൊക്കെയാണ്. ഉമ്മ, അത് പോയില്ലേ, കുഴപ്പമൊന്നുമില്ല, ഞാനങ്ങോട്ട്. ശരിക്കും ആസിഫിന് അവിടുന്ന് പോകാൻ കൊതിയൊന്നുമില്ല എങ്കിലും, പക്ഷേ ഞാൻ പിന്നെ വരാം ഇൻഷാ അല്ലാ. ആ പിന്നെ ഉമ്മ, നമുക്കൊരു ടൂറ് പോവാണ്ട് കേട്ടോ. മോൻ എന്തൊക്കെയാണ് പറയുന്നത്, ഈ വയസ്സ് കാലത്ത് ഇപ്പോൾ ടൂറ് പോവുക? ഉമ്മാക്ക് പ്രായമായി എന്ന് ആരാ പറഞ്ഞത്? അല്ല മോനെ, അത് ഉപ്പൊക്കെ മരണപ്പെട്ടിട്ടൊക്കെ തോന്നാണ്, അല്ലാതെ ഉമ്മാക്ക് പ്രായമൊന്നും ആയിട്ടില്ല. മോനെ എന്നാ നോക്കി പോണം കേട്ടോ. ആ പാടവരമ്പത്തൂടൊക്കെ പോകുമ്പോഴേ അതെ ഉമ്മ, ഒരു പേടിയും പേടിക്കണ്ട ഉമ്മ, ഞാൻ പോയിക്കോളാം. ഷമീർ എന്നാൽ ഞാനിറങ്ങട്ടെ കേട്ടോ, അസ്സലാമു അലൈക്കും. അങ്ങനെ അതാ ആസിഫ് അവിടെ നിന്ന് ഇറങ്ങി. എന്നാൽ ഷമീറിനോട് ഉമ്മ ചോദിച്ചു, അല്ല മോനെ, എവിടെയായിരുന്നു ഇത്രയും നേരം? ഒരുപാട് നേരം ഇരുന്നല്ലോ പോയിട്ട്. പൊന്നു മോനെ, ഞാൻ ഇങ്ങനെ ദുആ ചെയ്യായിരുന്നു, റബ്ബേ എൻ്റെ കുട്ടിക്ക് വേഗൊരു ഹലാലായ കുട്ടിയെ പഠിച്ചോൻ കണ്ടെത്തി തന്നിരുന്നെങ്കിൽ എന്ന്. പിന്നെ മോനെ, ഞാൻ ഒരു കാര്യം പറയാം, ഈ പ്രാവശ്യത്തെ ഉളുഹിയത്തിന് 2 ആടുകളമ്മ മാറ്റി വെച്ചിക്കണ്, അത് ഉളുഹിയത്തിന് ഇറക്കാൻ വേണ്ടിയിട്ട്. ഉമ്മ അത് കൊടുക്കുകയാണോ? അതേ മോനെ, എൻ്റെ കുട്ടിക്ക് സ്വാലിഹായൊരു പെൺകുട്ടിയെ കിട്ടട്ടെ, അതിനും വേണ്ടിയിട്ട്. എന്നാൽ ഒരു നിമിഷം ഷമീറിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം പടർന്നു. എൻ്റെ ഉമ്മാൻ്റെ പ്രാർത്ഥന പടച്ചോൻ സ്വീകരിക്കാതിരിക്കൂരല്ലോ ഉമ്മ. മോനെ, എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 5 വക്തിലും ദുആ ചെയ്യുന്നത്. ആ ഉമ്മയുടെ ഒരു കാര്യം പറയാണ്ട്. എന്താ മോനെ? ഞമ്മക്കേ ഒരു സ്ഥലം വരെ ഒന്ന് പോകാണ്ട്. എവിടുക്കാ മോനെ? അതെ, ഉമ്മാൻ എപ്പോഴും ചോദിക്കുന്ന DGP സാറിൻ്റെ വീട്ടിലേക്ക്. എൻ്റെ പൊന്നാര കുട്ടിയെ, പഠിച്ചോനെ, ആ വലിയ വീട്ടിലേക്കൊന്നും ഞാൻ അല്ല കേട്ടോ. എന്താ കുട്ടി എനക്ക്? നമ്മളീ കൊച്ചു കുടില്ലേ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു പോയിക്കോളാം. പൊന്നാരെ, ഏതായാലും അവർ ഇങ്ങോട്ട് വന്നിട്ട് തന്നെ എനിക്കൊരു സങ്കടമുണ്ട്. കാരണം നമ്മളെ വീടും കുടിയൊക്കെ കാണുമ്പോഴേ അവർക്കതൊരു ഇടങ്ങാറായിരിക്കും. എൻ്റെ ഉമ്മ ഇഷ്ടം കൊണ്ടാണ് അവർ വന്നത്. അതെ, ഉമ്മയോട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പൊന്നു മോനെ, ഞാൻ ഇല്ല മോനെ. ഉമ്മാൻ്റെ മോനെന്നൊരു ഉദ്യോഗസ്ഥനാണ്. അതെ, ഉമ്മാൻ്റെ മോനെന്നൊരു SI ആണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മാക്കൊരു നിലയും വിലയുണ്ട്. എൻ്റെ ഉമ്മ എന്തായാലും വരണം. പൊന്നു മോനെ, ഞാൻ ഇല്ലടാ. അത്രയും വലിയ വീട്ടിലേക്കൊക്കെ ഞാൻ വരിക എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ ചെറിയ കുട്ടിയിൽ ഇങ്ങനെ ജീവിച്ച് ശീലമായതല്ലേ. എൻ്റെ പൊന്നുമ്മ, ഉമ്മ അതൊന്നും നോക്കണ്ട, അവരുടെ മനസ്സ് നോക്കിയാൽ മതി. ഉമ്മാൻ്റെ കുട്ടി പോയിക്കോളി, ഞാൻ ഇല്ല. ഉമ്മാക്ക് അത് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമമാണ് തോന്നിയത്. ഓരോട് ഇങ്ങോട്ട് വരാൻ പറയും, ഉമ്മ അങ്ങോട്ട് ഇല്ലടേ. എന്നാൽ ഉമ്മയെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കും, ഉമ്മയെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ ഷമീറിന് അല്പം ടെൻഷൻ ഉണ്ടായി. ഉമ്മയോടെല്ലാം തുറന്നു പറഞ്ഞാലോ? അപ്പോൾ ഉമ്മ സമ്മതിക്കുമായിരിക്കും. എന്നാൽ ഷമീർ ആലോചിച്ചു, അതെ, DGP സാറിൻ്റെ മോളാണ് ഉമ്മ ഞാൻ നിക്കാഹ് കഴിക്കാൻ പോകുന്നതെന്ന് ഉമ്മയോട് തുറന്നു പറഞ്ഞാലോ? അത് പറഞ്ഞാൽ ഒരു പക്ഷേ ഉമ്മ വരുമോ? ഷമീറിൻ്റെ മനസ്സിൽ പല ചിന്തകൾ വന്നു. അതെ,
അത് ഉമ്മയോട് തുറന്നു പറഞ്ഞാൽ ഉമ്മ വരുമായിരിക്കും, ഉറപ്പാണ്. ഷമീർ അത് പറയുവാൻ വേണ്ടി നിൽക്കുന്നു. പക്ഷേ അത് പറഞ്ഞാൽ ആസിഫ് പറഞ്ഞ ആ സർപ്രൈസ് അതും പോകും. എങ്ങനെയെങ്കിലും ഉമ്മയെ കൊണ്ടുപോകണം, അവിടേക്കല്ലെങ്കിലും വേറെ എങ്ങോട്ടെങ്കിലും പറഞ്ഞ് കൊണ്ടുപോകണം. ഷമീർ വിചാരിക്കുകയാണ്. എങ്കിലും തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ്റെ മുഖത്ത് ആ സന്തോഷം കണ്ടപ്പോൾ ഉമ്മാക്ക് വല്ലാത്തൊരു സന്തോഷമാണായത്. മോനെ, എന്നാലും എൻ്റെ കുട്ടീൻ്റെ കണ്ണും മോറിനും കുറേ ഒരു മാറ്റം ഉണ്ട് കേട്ടോ. ഇന്ന് രാവിലെ പെടുന്നാണ്ട് പോകുമ്പോഴേക്ക് എന്തായിരുന്നു അവസ്ഥ? ഉമ്മാൻ്റെ കുട്ടീൻ്റെ സങ്കടകരമായ മുഖമായിരുന്നു. ഇന്ന് നല്ലോണം പ്രകാശം വെച്ചേക്കണല്ലോ, മാഷാ അല്ലാ. അമ്മ കുറേ ദോരനീന്ന് റബ്ബേ, എൻ്റെ കുട്ടിയുടെ എല്ലാ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് കൊടുക്കല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട്, പടച്ച റബ്ബേ നീ കാത്തു രക്ഷിക്ക്. ഉമ്മ അപ്പോഴും അവൻക്ക് വേണ്ടി ദുആ ചെയ്തു. അതെ, ആ ഉമ്മക്ക് സന്തോഷമായിരിക്കുമോ അതറിയുമ്പോഴേ? ഇൻഷാ അല്ലാ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.